ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC സ്മാർട്ട് വർക്കേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ SCRT സീരീസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചും അതിന്റെ നിർമ്മാണ പ്രവർത്തനം എത്ര കാലയളവ് കൊണ്ടാണ് പൂർത്തിയായത് എന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. മിക്കവാറും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ രാജ്യത്തെ പരമോന്നത നിയമ സംഹിതയാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനയെക്കുറിച്ച് എല്ലാവരും, ഓരോ പൗരനും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്. ദേ നോക്കിക്കേടെ. ഒന്നാമത്തെ സവിശേഷത പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. അതായത് നമ്മളെ ഭരിക്കേണ്ട വ്യക്തികളെ നമ്മൾ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിയിലൂടെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതാണ് പാർലമെന്ററി സമ്പ്രദായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൗലിക അവകാശങ്ങളാണ്. ദേ ഇവിടെ കൊടുത്തിരിക്കുന്നു മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും. ഒരു പൗരന് അത്യാവശ്യം വേണ്ട അവകാശങ്ങളാണ്, അല്ലെങ്കിൽ അന്തസ്സുറ്റ ജീവിതം നയിക്കുന്നതിനും ജനാധിപത്യത്തിന്റെ വിജയത്തിനും വേണ്ടി ഒരു പൗരന് വേണ്ട അത്യാവശ്യം വേണ്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയിലുണ്ട്. പിന്നെ മൗലിക അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്തുമുണ്ട്, മൗലിക കർത്തവ്യങ്ങളുമുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനയുടെ പെക്യൂലിയാരിറ്റി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാധനമാണ് നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഭരണാധികാരികൾ ഓരോ തവണ ജയിച്ചു വരുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അവർ നിയമങ്ങൾ രൂപീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തെ അവരൊരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നിയമവാഴ്ചയാണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, നിയമവാഴ്ച ഓർക്കുക, ഇത് നമ്മുടെ അടുത്തൊരു പെക്യൂലിയാരിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ എപ്പോഴും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന നിയമമാണ്, ഒരു വ്യക്തിയല്ല. നിയമത്തിനനുസൃതമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഈ ഒരു മഹത്തായ ആശയം നമ്മുടെ മാഗ്ന കാർട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ആശയമാണ്. ഇതും നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അടുത്തത് സംയുക്ത വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ആണ്. ഫെഡറൽ സിസ്റ്റം, സംയുക്ത വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. നമുക്കറിയാം ലോകത്ത് രണ്ട് രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒന്ന് യൂണിറ്ററി ഗവൺമെന്റ് അല്ലെങ്കിൽ ഏകാത്മക ഭരണം എന്ന് പറയും. അപ്പൊ അവിടെ എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിനാണ്. അവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു അധികാരവും ഇല്ല. എന്നാൽ വേറെ ചില ഭരണ സംവിധാനങ്ങളുണ്ട്, അതാണ് സംയുക്ത വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം. അവിടെ കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന തലങ്ങളിൽ എന്തുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളും ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യം, ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരു കേന്ദ്ര ഗവൺമെന്റിന് മാത്രം ഇന്ത്യയിലെ തീരുമാനങ്ങൾ എടുത്ത് അത് വിജയത്തിലാക്കാൻ അല്ലെങ്കിൽ ഫലപ്രദമാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റും ഉണ്ട്. അവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യയെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെഡറൽ സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയുടെ അടുത്തൊരു സവിശേഷതയാണ്. പിന്നെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതങ്ങനെ അല്ലാത്ത രാജ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കും. അടുത്തത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയും. നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനൊക്കെ ആയിട്ട് നമുക്കൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറി ഉണ്ട്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, ബാക്കിയുള്ള വിഭാഗങ്ങളുമായിട്ട് ചേരാതെ അത് സെപ്പറേറ്റ് ഒരു ബോഡി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ അവിടെ അഴിമതിക്കുള്ള ചാൻസസ് കുറവാണ്, അല്ലെങ്കിൽ പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ലഭ്യമാവുകയും ചെയ്യും. നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തത് പാർലമെന്ററി ഭരണ സമ്പ്രദായം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായം? രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നു. അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒന്ന് ഓർത്തു വെച്ചോ. പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 326, ആർട്ടിക്കിൾ 326, പ്രായപൂർത്തി വോട്ടവകാശം. ഇനി ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികൾ അവരൊരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ചർച്ച ചെയ്ത് രൂപീകരിക്കുന്നത്. ഈ പ്രതിനിധി സഭയാണ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഈ പ്രതിനിധി സഭയെ നമ്മൾ എന്തോന്നാ വിളിക്കുന്നത്? പാർലമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെയുള്ള ഭരണം നടത്തുന്ന സമ്പ്രദായമാണ് പാർലമെന്ററി സമ്പ്രദായം. അപ്പൊ ഈ പാർലമെന്ററി സമ്പ്രദായം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്.
അതും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പാർലമെന്ററി സമ്പ്രദായം നമ്മൾ എവിടെ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? തീർച്ചയായിട്ടും അത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് നമ്മൾ പാർലമെന്ററി സമ്പ്രദായം കടം കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയും. രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയും. മൂന്നാമത്തത് ജുഡീഷ്യറിയാണ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയാണ്. അതിൽ ഈ നിയമനിർമ്മാണം നടത്തുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ഈ ജനപ്രതിനിധികളാണ്. ഓർക്ക് അവിടെ ആർട്ടിക്കിൾ മറന്നുപോകരുത്, ആർട്ടിക്കിൾ 326 ആണ്. ഈ പാർലമെന്ററി സമ്പ്രദായം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു സംയുക്ത ഭരണ സംവിധാനമാണ്. കേന്ദ്ര തലത്തിൽ മാത്രമല്ല നമുക്ക് അധികാരങ്ങളുള്ളത്, സംസ്ഥാന തലത്തിലും സംസ്ഥാനങ്ങളുടേതായ അധികാരങ്ങളുണ്ട്. അപ്പൊ ഓർക്കുക, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിലാണെങ്കിൽ ഏതാണ്? പാർലമെന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർലമെന്റ് ആണ്. ഇനി സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാന നിയമസഭകളാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളാണ്. ഇനി കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകൾ ഉണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. അല്ലെ, നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായമാണ്. അപ്പൊ ജനങ്ങളുടെ വിശ്വാസം എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പൊ അവർ അധികാര സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ എല്ലാ അംഗങ്ങളുടെയും ഒരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് ഭരിക്കാൻ കഴിയൂ? പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഭരിക്കാൻ കഴിയൂ. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെയാണ്. ഭൂരിപക്ഷം ഏത് സമയം നഷ്ടമാകുന്നു ആ സമയത്ത് അവർ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഭൂരിപക്ഷം നഷ്ടമായാൽ മന്ത്രിമാരും മറ്റ് അംഗങ്ങളും രാജിവെച്ച് പുറത്തു പോകണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ ഇവരുടെ നോർമൽ കാലാവധി എത്രയാണ്? ഇപ്പൊ കേന്ദ്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ പാർലമെന്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ചേരുന്നതാണ്. ഏതൊക്കെയാണ്? പ്രസിഡന്റ്, അല്ലെ, പ്രസിഡന്റ്, അതേപോലെ തന്നെ ലോക്സഭ, അതേപോലെ തന്നെ രാജ്യസഭ. ഇതിൽ ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ ആ ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസോൾവ് ആവുന്നു, പിരിഞ്ഞു പോകുന്നു. എന്നിട്ട് പകരം പുതിയ ഗവൺമെന്റ് ചുമതലയേൽക്കുന്നു. കാലാകാലങ്ങളായിട്ട് ഇവർക്ക് ഭരണത്തിൽ തുടരാൻ കഴിയില്ല. 5 വർഷത്തോളം മാത്രമേ അവർക്ക് ഭരിക്കാൻ കഴിയുള്ളൂ. ആ ഭരണത്തിലൂടെ അവർ ജനങ്ങളുടെ വിശ്വാസം വീണ്ടും നേടിയെടുത്തുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത്. ഇനി രാജ്യസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ രാജ്യസഭയ്ക്ക് ഒരു നിശ്ചിത കാലാവധി ഇല്ല, അതൊരു സ്ഥിരം സഭയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലാത്തേ ഉള്ളൂ, രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്. രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധി എന്ന് പറയുമ്പോൾ 6 വർഷമാണ് അവരുടെ കാലാവധി. ഇത് അംഗങ്ങളുടെയാണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ 3/1 അംഗങ്ങൾ അല്ലെങ്കിൽ 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പകരം പുതിയ അംഗങ്ങൾ അവിടേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. 2 തരത്തിലുള്ള അംഗങ്ങളുണ്ട്, നോമിനേറ്റ് വരുന്നവരുണ്ട്, അതേപോലെ തന്നെ ജനങ്ങൾ വോട്ടിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് രാജ്യസഭ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കുക, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, അതൊരു സ്ഥിരം സഭയാണ്. പക്ഷേ രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി പരമാവധി 6 വർഷമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ രാജ്യസഭയിലെ മൊത്തം അംഗസംഖ്യയിൽ 3/1 അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പകരം പുതിയ അംഗങ്ങൾ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വരികയും ചെയ്യുന്നു, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു വരികയും ചെയ്യുന്നു. ഓക്കെ, ആ കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമുദായം ഉറപ്പുവരുത്തുന്നു. അല്ലേ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഭരിക്കാനായിട്ട് വരുന്നത്, അല്ലാതെ ഒരു ഏകാധിപതിയല്ല നമ്മൾ ഭരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശയും അഭിലാഷങ്ങളും നിറവേറ്റിക്കൊണ്ടായിരിക്കും അവർ ഭരണത്തിൽ തുടരാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. അല്ലെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണ സംവിധാനമാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. ഇന്ന് ഡെമോക്രസി മാറിയിട്ട് ഡെമോക്രേസി ആയി മാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഏകാധിപതികളൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം ഒരു മികച്ച അല്ലെങ്കിൽ ഒരു മികവുറ്റ ഭരണ സംവിധാനം തന്നെയാണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഇദ്ദേഹത്തെ നമ്മൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്. അല്ലെ, നമ്മൾ ജനങ്ങൾ കുറേ പേരുണ്ട്, അല്ലെ, നമ്മൾ ജനങ്ങൾ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അല്ലെ, ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അവർ വളരെ കുറച്ച് ആൾക്കാരാണ്, മിടുക്കന്മാരാണ്. നമ്മളിൽ നിന്ന് വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമ്മളെ ഭരിക്കാനായിട്ട് നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇനി ഇവരെ ചേർന്നിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, രാഷ്ട്രത്തലവനെ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നില്ല ഒരിക്കലും. നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, അവരാണ് നമ്മുടെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അല്ലാതെ ജനങ്ങൾ നേരിട്ട് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്.
അപ്പൊ അങ്ങനെ ഭരണം നടത്തുന്ന രണ്ട് രാജ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം നമ്മുടെ ഏതാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. അപ്പൊ അവിടെ നമ്മൾ ജനങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇവർ ചേർന്ന് പാർലമെന്റ് രൂപീകരിക്കുകയും ഇനി അവിടുത്തെ ജനപ്രതിനിധികളാണ് നമ്മുടെ രാഷ്ട്രത്തലവനായിട്ടുള്ള പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ജനങ്ങൾ നേരിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം. ഉദാഹരണം USA, അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിന് പേരുകേട്ട രാജ്യങ്ങളാണ്. ഓക്കെ ആണ്, ക്ലിയർ ആണ്? ശരി, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മുടെ ഭരണഘടനയുടെ അടുത്ത സവിശേഷതയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഓക്കെ, എന്താണ്? ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടിയിട്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അപ്പൊ ഇത് ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. ഇതിപ്പോ ലംഘിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് ഒരു പൗരന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം താഴത്തെ കോടതിയിൽ ഒന്നും പോകണ്ട, അദ്ദേഹത്തിന് നേരിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ സമീപിക്കാനുള്ള ഒരു അർഹതയുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യമാണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതികളെയോ സമീപിക്കാവുന്നതാണ്. ഇനി അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ റിട്ടുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ വിധിയിലൂടെ, ശ്രദ്ധിക്കുക, റിട്ടുകൾ എന്ന് അറിയപ്പെടുന്ന സവിശേഷ വിധിയിലൂടെ ഈ കോടതികൾ പൗരന് ഈ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു, നമ്മളിപ്പോ പഠിച്ചത് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് നേരിട്ട് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാം. അപ്പൊ കോടതികൾ റിട്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു സവിശേഷ വിധിയിലൂടെയാണ് ഈ അവകാശങ്ങൾ ഇവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ സുപ്രീം കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിളുകൾ ഓർത്തിരിക്കുക. നേരത്തെ നമ്മളൊരു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ആർട്ടിക്കിൾ അവിടെ പറഞ്ഞിരുന്നു. അത് ഈ പറയുന്ന ആർട്ടിക്കിൾ 326 ആണ്. ഇവിടെ റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി ആണെങ്കിൽ 32, ഹൈക്കോടതികളാണെങ്കിൽ 226. ഇനി നമുക്ക് നോക്കാം നമ്മുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ, പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിന് വേണ്ടിയിട്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. അപ്പൊ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഭാഗം 3 നമ്മുടെ ഭരണഘടനയുടെ ഭാഗങ്ങൾ, പാർട്സ് 22 പാർട്സ് ആണ് മൊത്തം ഉള്ളത്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ആദ്യം യൂണിയനും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഇനി പാർട്ട് 2 പൗരത്വമാണ്. പാർട്ട് 3-ലാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൗലികാവകാശങ്ങൾ മൊത്തം 6-നോടെ, അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. സസചൂമ സഭ. എന്താണ് സസചൂമ സഭ? സസചൂമ സഭ നോക്കുക. ആദ്യത്തെ സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം. ശ്രദ്ധിക്കുക, ഈ പാർട്ട് 3-ല് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മുടെ സമത്വം സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 14-ലാണ്. 12ഉം 13ഉം വേറെ ചില ഡെഫിനിഷൻസ് ആണ്. 14-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകളാണ് സമത്വത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ശ്രദ്ധിക്കുക, 19 മുതൽ 22 വരെയുള്ള അവകാശങ്ങളാണ് കേട്ടോ. സ്വാതന്ത്ര്യം എവിടെ മുതൽ എവിടെ വരെയാണ്? 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് ചൂഷണത്തിനെതിരെയുള്ളതാണ്. അതാണ് എന്ന് പറയുന്നത്. ചൂഷണത്തിനെതിരെയുള്ളത് അത് ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. പിന്നെ അത് കഴിഞ്ഞ് മായാണ്. എന്ന് പറയുമ്പോൾ മതസ്വാതന്ത്ര്യം. ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല. ഏത് മതത്തിലും ഇന്ത്യൻ പൗരന്മാർക്ക് വിശ്വസിക്കാൻ അർഹതയുണ്ട്. അതേപോലെ തന്നെ ഒരു മതത്തിലും ഫോളോ ചെയ്യാതിരിക്കാനുള്ള അവകാശവും ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. പിന്നെ അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് 25 മുതൽ 28 വരെയാണ് കേട്ടോ, മറന്നു പോകണ്ട. 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി അടുത്തത് സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ അത് 29ഉം 30ഉമാണ്. 29ഉം 30ഉമാണ്. ഓക്കെ, 29ഉം 30ഉമാണ്. ഇനി ഏറ്റവും അവസാനത്ത് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം. ശ്രദ്ധിക്കുക, അടുത്ത കണക്കനുസരിച്ച്
അനുസരിച്ചാണെങ്കിൽ 31 വരേണ്ടത്. പക്ഷെ 31 നീക്കം ചെയ്തു. 31 എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്വത്തവകാശം ഇപ്പോൾ നിലവിൽ മൗലിക അവകാശമല്ല. അത് 1978 44 ഭേദഗതികളുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1978 44 ഭേദഗതിയിലൂടെ നിയമപരമായ അവകാശമാക്കി മാറ്റി. ശ്രദ്ധിക്കുക, ആദ്യം ഈ സ്വത്തവകാശം അല്ലെങ്കിൽ സ്വത്ത് നേടുന്നതിനുള്ള അവകാശം ഒരു പൗരന്റെ മൗലികാവകാശമായി കണക്കാക്കിയിരുന്നു. എന്നാൽ 1978 44 ഭേദഗതിയിലൂടെ ഈ സ്വത്തവകാശത്തെ നമ്മൾ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു നിയമപരമായ അവകാശമായിട്ട് മാറ്റി. അപ്പൊ നിലവിൽ സ്വത്തവകാശം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 300A ആണ്. ഏതാടെ 300A ആണ്. 31 മാറി എങ്ങോട്ടേക്ക് വന്നു? 300A ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം 31 അല്ല, അത് 32 ആണ്. ഈ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നൊരു പൗരന് തോന്നുന്ന പക്ഷം അദ്ദേഹത്തിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ നേരിട്ട് സമീപിക്കാവുന്നതാണ്. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായിട്ട് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർ കണക്കാക്കിയിട്ടുള്ളത് ഈ 32ാം വകുപ്പിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. അത് ആദ്യം നമ്മുടെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒന്നായിരുന്നു. അത് 2002 ശ്രദ്ധിച്ചു കേൾക്കുക, 2002 86 ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയും, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് മൗലികാവകാശമാക്കി നമ്മൾ മാറ്റിയത്. അപ്പോൾ മൗലികാവകാശമായി മാറ്റിയപ്പോൾ ഈ വിദ്യാഭ്യാസ അവകാശം ഉള്ളത് 21A ഇതിലൂടെ 21A. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം മൗലികാവകാശങ്ങൾ 12 മുതൽ 35 വരെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിൽ 21A ആയിട്ടാണ് ഈ വിദ്യാഭ്യാസ അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ പാർലമെന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനിലൂടെ എന്താണ് നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് ഉറപ്പ് നൽകിയത്? സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം. വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം. അതുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റും വർഷവും നമ്മൾ പറഞ്ഞു, 2002 86 അമെന്റ്മെന്റ്. ഓക്കെ, ഓർക്കുക, 86 ഭേദഗതി. ഇനി എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് ഇതോടുകൂടി മാറുകയാണ് ചെയ്തത്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ഒരെണ്ണമാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് കാണുന്നത്, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ആ പദ്ധതിയുടെ പേരാണ് സർവശിക്ഷ അഭിയാൻ. ശ്രദ്ധിക്കുക, സർവശിക്ഷ അഭിയാൻ ഈ വിദ്യാഭ്യാസ അവകാശ നിയമം അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അപ്പൊ സർവശിക്ഷ അഭിയാന്റെ ഒരു ആപ്തവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സർവരും പഠിക്കുക, സർവരും വളരുക. ഇനിയിപ്പോ അത് ചോദ്യമായിട്ട് ചിലപ്പോൾ വന്നേക്കാം അല്ലെ. സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ, ലക്ഷ്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് നിലവിൽ മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 21A ആണ്. 2002 86 ഭേദഗതിയിലൂടെയാണ് ഇതിനെ നമ്മൾ ഈ മൗലികാവകാശമാക്കി മാറ്റിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആ സമയത്തെ രാഷ്ട്രപതിയുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹമായിരുന്നു APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രപതി നമുക്ക് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ അദ്ദേഹം തന്നെയായിരുന്നു ആ സമയത്തെ രാഷ്ട്രപതി. ശരി, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തോട് നമുക്ക് ചില കടമകളുണ്ട് അല്ലെങ്കിൽ കർത്തവ്യങ്ങളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. ഇതാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A ആണ്. ഭാഗം 4A 51A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ നമ്മൾ ഭരണഘടനയിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ഓർത്തിരിക്കുക, 1976 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയോടുകൂടി കൂട്ടിച്ചേർത്തത്. ആദ്യം അത് 10 ഉണ്ടായിരുന്നു. ഈ പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം കൂടെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ മൊത്തം ഇപ്പോൾ നിലവിൽ എത്ര എണ്ണമാണുള്ളത്? 11 എണ്ണമാണ് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഉള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വിദ്യാഭ്യാസ അവകാശം 2 രീതിയിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒന്ന്, അത് കുട്ടികളുടെ അവകാശമാണെന്ന് ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ പറയുന്നു. 2, അത് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നു. ശ്രദ്ധിക്കുക, നമുക്ക് കുറെ അവകാശങ്ങൾ നമ്മൾ ലഭിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രത്തോട് ചില കടമകളുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഭാഗം 4A ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ആർട്ടിക്കിൾ 51A ആണ്. ആദ്യം ഭരണഘടനയിൽ ഇല്ലായിരുന്നു. 1976 42ാം ഭേദഗതിയോട് കൂടിയിട്ടാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന
ഭരണഘടനയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ആദ്യം അത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് 10 ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം കൂടെ കൂടിച്ചേരുന്ന സമയത്ത് ഇപ്പോൾ മൊത്തം 11 മൗലിക കർത്തവ്യങ്ങളാണ് ഓരോ പൗരനും ഉള്ളത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. എന്തിനൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക ഒന്നാമത്തെ കർത്തവ്യമാണ് കേട്ടോ. ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക. ശ്രദ്ധിക്കുക, നമ്മുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അപ്പൊ 3 കാര്യങ്ങൾ: ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക, പിന്നെ അതേപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക. ഇനി ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് സമൂഹം സുഗമമായിട്ട് മുൻപോട്ട് നീങ്ങുന്നത്. നമുക്ക് ഒക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും കാര്യം തന്നെ ഓർത്താൽ മതി. അവര് നമുക്ക് കുറെ ഫ്രീഡംസ് അല്ലെങ്കിൽ കുറെ അവകാശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മളെ തീർച്ചയായിട്ടും നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന, നമുക്ക് നല്ല എഡ്യൂക്കേഷനും നല്ല ഫുഡും ഒക്കെ തന്നിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അവരാണ്. അപ്പൊ നമ്മൾ അവരിലൂടെ കുറെ അവകാശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അവരോട് കടമകളും ഉണ്ട് അല്ലേ? അവരെ പോറ്റേണ്ടത് അല്ലെങ്കിൽ അവരെ യാതൊരു കുഴപ്പവും കൂടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രത്തോടും ഇതേ കാര്യം കൊടുത്താൽ മതി. രാഷ്ട്രം നിങ്ങൾക്ക് കുറെ അവകാശങ്ങൾ തരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രം നിങ്ങൾക്ക് കുറെ റൈറ്റ്സ് ഫ്രീ ആയിട്ട് തരുമ്പോൾ അപ്പൊ രാഷ്ട്രത്തോട് നിങ്ങൾ കുറച്ച് ഡ്യൂട്ടീസും ചെയ്തു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ശ്രദ്ധിക്കുക, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ അതും വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് പോകാം. ഇനി അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, അല്ലെങ്കിൽ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളാണ്. ഇത് ഭാഗം 4 പറഞ്ഞിട്ടുള്ളത്. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഈ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പരാമർശമുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് ഇവ. മൊത്തം 20 DPSP ആണ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക. ഇത് ഒരു നിർദ്ദേശമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു റൈറ്റ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നിലവിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇത് ലംഘിക്കപ്പെട്ടു എന്ന കാരണത്താൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മളൊരു പ്രത്യേക പോയിന്റ് പറയും, ഈ രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമല്ല എന്ന് നമ്മൾ പറയും. എന്നാൽ നേരെ മറിച്ച് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇത് കുറെ നിർദ്ദേശങ്ങളാണ്. അപ്പൊ നിർദ്ദേശങ്ങൾ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളാണ്. ഇവർ ഈ നിർദ്ദേശങ്ങളുടെ സത്ത ഉൾക്കൊണ്ട് ഇതൊരു നിയമമാക്കി മാറ്റുകയാണെങ്കിൽ പിന്നീട് അത് ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓക്കെ ആണ്, ക്ലിയർ ആണ്. പിന്നെ രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക, ഇതൊക്കെ നിർദ്ദേശക തത്വങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി വന്യജീവി സംരക്ഷണ നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, അതൊക്കെ ഓർക്കുക. ഇനി ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പിക്കുക. അപ്പൊ ജനറലി ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണാധികാരികൾക്ക് മുന്നിലായിട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഭാഗം 4 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭാഗം 3 മൗലികാവകാശങ്ങളാണ്, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. 36 മുതൽ 51 വരെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ. മൊത്തം 20 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. മൊത്തം 20 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബറൽ ആശയങ്ങളുണ്ട്, നിയോ ലിബറൽ ആശയങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഗാന്ധിയൻ തത്വങ്ങളുണ്ട്, അതേപോലെ തന്നെ നിയോ ലിബറൽ ആശയങ്ങളുണ്ട്, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. സ്ഥിതി സമത്വം കെട്ടിപ്പടുക്കുക, അതാണ് ലക്ഷ്യം. അതായത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അസമത്വം കുറച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേ തരത്തിലുള്ള ജീവിത നിലവാരം ഉറപ്പാക്കുക, അതാണ് ലക്ഷ്യം. ഓക്കെ, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനായിട്ടുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളിലുള്ളതാണ്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് കാലാകാലങ്ങളിൽ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് നമ്മുടെ ഒരു അവകാശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെയാണ്, ക്ലിയർ ആണ്.
ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം നേടാമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? ശരി. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് കോടതിയെ ഒരിക്കലും ഒരു വ്യക്തിക്ക് സമീപിക്കാനായിട്ട് കഴിയില്ല. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിന് വേണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ വെറുതെ അവിടെ വെച്ചിട്ട് അത് നടപ്പിലാക്കാതെ പോകാം, കുഴപ്പമൊന്നുമില്ല, ആരും അയാളെ ഒന്നും പറയില്ല. പക്ഷെ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെയാണ്, ക്ലിയർ ആണ്. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി ഭരണഘടനയുടെ അടുത്ത സവിശേഷത നിയമവാഴ്ചയാണ്. നിയമവാഴ്ച വളരെ സിമ്പിൾ ആണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിയമത്തിന് മുന്നിൽ ഉന്നത കുലജാതനെന്നോ അധകൃതനെന്നോ ഇല്ല, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഈ ഒരു മഹത്തായ കൺസെപ്റ്റ് ആണ് നിയമവാഴ്ച. നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 14 റൂൾ ഓഫ് ലോ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച ആർട്ടിക്കിൾ 14 ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്. ഈ നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന ആശയം ആദ്യമായിട്ട് വരുന്നത് മാഗ്ന കാർട്ടയിലാണ്. ഇതിലൂടെ മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് വരുന്നത്. മാഗ്ന കാർട്ട 1715 ഒപ്പുവെക്കപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. അതിലാണ് ഈ പറയുന്ന നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉള്ളെടുത്തത്. അത് പിന്നീട് കാലാകാലങ്ങളിൽ ഓരോ ഭരണഘടനയിലും കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഭരണഘടനയിലും ഉണ്ടത്. റൂൾ ഓഫ് ലോ ആർട്ടിക്കിൾ 14 നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ പാസ്സാക്കപ്പെട്ട ഒരു നിയമസംഹിതയായിരുന്നു. അപ്പോൾ അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാഗ്ന കാർട്ടയെ നമ്മൾ പഠിക്കുന്നത്. അവിടെ അവർക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നിയമവാഴ്ച എന്ന് പറഞ്ഞ ആശയം എല്ലാവരും സ്വാംശീകരിച്ചെടുത്തത്. ഓക്കെ, നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫെഡറൽ സിസ്റ്റം അഥവാ സംയുക്ത ഭരണ വ്യവസ്ഥ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ഇംഗ്ലീഷ് ഫെഡറൽ സിസ്റ്റം എന്നാണ്. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കേന്ദ്ര തലത്തിൽ നമുക്കൊരു ഗവൺമെന്റ് ഉള്ളതുപോലെ സംസ്ഥാന തലങ്ങളിലും നമുക്ക് ഒരു ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഈ രണ്ട് ഗവൺമെന്റുകളുടെയും കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം മുൻപോട്ട് പോകുന്നത്. അതാണ് സംയുക്ത ഭരണ വ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2013 കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയതാണ്. അപ്പൊ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് പാസ്സാക്കി സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. അപ്പോൾ ശരിക്കും അവിടെ ഒരു യൂണിറ്ററി ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ആ നിയമം പാസ്സാക്കിയാൽ മതി, വെറുതെ പാസ്സാക്കിയാൽ മതി, അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എന്നാൽ ഇവിടെ നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഇതിൻ്റെ അകത്തേക്ക് ഉറപ്പുവരുത്താനായിട്ടുള്ള മാർഗരേഖ അവർ തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരും കൂടി അത് സപ്പോർട്ട് ചെയ്താലേ നമ്മുടെ രാജ്യം സുഗമമായിട്ട് മുൻപോട്ട് പോകുള്ളൂ. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും നമുക്ക് അധികാരങ്ങളുള്ള ഗവൺമെന്റുകൾ ഉണ്ട്. അതാണ് സംയുക്ത വ്യവസ്ഥ അഥവാ ഫെഡറൽ സിസ്റ്റം. 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാനപ്പെട്ട ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇതാണ് ഫെഡറൽ സിസ്റ്റം. ഓർക്കുക, ഈ ലൈനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക്, പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ബോഡീസ്, നമ്മുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അല്ലെ കോർപ്പറേഷനുകൾ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്കാണ് ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ അവർക്ക് അധികാരം തുല്യമായിട്ട് പങ്കിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഇതാണ് സംയുക്ത ഭരണ വ്യവസ്ഥ. സംയുക്ത ഭരണ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഏകാത്മക അല്ലെങ്കിൽ ഏകായത്ത ഭരണ വ്യവസ്ഥ, യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് പക്ഷേ അതൊരിക്കലും പോസിബിൾ അല്ല. ഒരിക്കലും കേരളത്തിൽ ഒരു കൾച്ചർ അല്ല അങ്ങ് യുപിയിൽ ചെന്ന അവിടുത്തെ കൾച്ചർ. ഇനി നോർത്ത് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ കൾച്ചറാണ്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ഏകാത്മക ഭരണ സംവിധാനം കൊണ്ട് ഇന്ത്യയെ മുൻപോട്ട് നയിക്കാനായിട്ട് കഴിയില്ല. ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു വൈവിധ്യങ്ങളുടെ രാജ്യത്ത് തീർച്ചയായിട്ടും ഏറ്റവും അനുയോജ്യമായത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന സംയുക്ത ഭരണ വ്യവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ ഒരു ആശയം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ സംവിധാനം നമ്മളെ സഹായിക്കുന്നു. ഓക്കെയാണ്, ശരി. ഇനി അടുത്തത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമുക്കൊരു എഴുതപ്പെട്ട പുസ്തകമുണ്ട്. അപ്പോൾ ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത രാജ്യങ്ങളും നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ എഴുതപ്പെട്ട ഭരണഘടനകളുടെ രാജ്യങ്ങളുടെ എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ
അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഇവിടെയൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഉള്ളത്. എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ശ്രദ്ധിക്കുക, ഈ കോളം ശ്രദ്ധിച്ച് പഠിച്ചോ, അടുത്ത എക്സാമിന് ചോദ്യമായിട്ട് വന്നേക്കാം. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ ഈ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ അവിടെ ഒന്നുമില്ല എന്ന് വിചാരിക്കരുത്. അവര് കാലാകാലങ്ങളിലായിട്ടുള്ള കോടതി വിധികളിലൂടെയും ആചാരങ്ങളിലൂടെയും കീഴ്വഴക്കങ്ങളിലൂടെയൊക്കെയാണ് അവിടെയുള്ള ഭരണത്തെ മുൻപോട്ട് നയിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓരോ കാലത്തും ഓരോ കോടതി വിധികളിലൂടെ, അല്ലെ, ഇപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോടതി വിധി പാസ്സാക്കുന്നു, അത് അവിടെ ഉണ്ട്. ഇനി അതിനെ വേണമെങ്കിൽ പരിഷ്കരിക്കാം പിന്നീട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം വന്നാൽ പുതിയൊരു നിയമം പാസ്സാക്കുന്നു. അപ്പൊ കാലാകാലങ്ങളായിട്ട് പാസ്സാക്കപ്പെട്ടിട്ടുള്ള കോടതി വിധികളിലൂടെയും അതുപോലെ തന്നെ അവർക്ക് ചില ആചാരങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ചില കസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അവിടെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ ഓൾറെഡി സ്പെസിഫൈഡ് ആണ്. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നത്. ഒരു നിയമവും നമ്മുടെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെച്ചേക്കുക. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ആണ്. ശരി, ഇനി അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് നമുക്ക് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: നിയമനിർമ്മാണ വിഭാഗം അഥവാ ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, അതേപോലെ തന്നെ ജുഡീഷ്യറി. ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു സെപ്പറേറ്റ് ബോഡി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതില് നമ്മൾ ശ്രദ്ധിക്കുക, ഇവരിങ്ങനെ ഒരുമിച്ചല്ലാതെ പ്രവർത്തിക്കുന്ന കാരണം ഇന്റർഫിയറിങ് കുറവായിരിക്കും. അതായത് നിയമനിർമ്മാണ വിഭാഗത്തിലെ അംഗങ്ങൾക്ക് ജുഡീഷ്യറിയെ സ്വാധീനിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അധികാരം വളരെയധികം കുറവായിരിക്കും. അവർ സെപ്പറേറ്റ് ഒരു ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ചുമതല. ശ്രദ്ധിക്കുക, കുറ്റവാളികളെ ശിക്ഷിക്കുക, നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുക, നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നമുക്ക് ഉറപ്പിക്കുക. ഓക്കെ. ഭരണകൂടത്തിന്റെ മറ്റ് 2 വിഭാഗങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണെന്ന് കൂടി പറയുന്നു. ഇനി നമ്മുടെ കോടതികളുടെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ ജുഡീഷ്യറിയുടെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്നത് ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി. അതിന് താഴെയായിട്ട് വരുന്ന ഹൈക്കോടതികളാണ്. പിന്നെ ജില്ലാ കോടതികളുണ്ട്, സബ് കോടതികളുണ്ട്. അത് കഴിഞ്ഞ് 2ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. സുപ്രീം കോടതികൾ, അത് കഴിഞ്ഞ് ഹൈക്കോടതികൾ, അത് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടുകൾ, അത് കഴിഞ്ഞ് സബ് കോർട്ടുകൾ, അത് കഴിഞ്ഞ് 2ആയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. അവിടെ സിവിൽ കേസുകൾക്കായിട്ട് നമുക്ക് മുൻസിഫ് കോർട്ടുകളുണ്ട്. ഏതാണ്? മുൻസിഫ് കോർട്ടുകളുണ്ട്. ക്രിമിനൽ കേസുകൾക്കായിട്ട് നമുക്ക് മജിസ്ട്രേറ്റ് കോർട്ടുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കോടതികളുടെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ് അവിടെ പറഞ്ഞത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ശരി, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭരണഘടന എഴുതപ്പെട്ട ഒരു പുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോ കാലാകാലങ്ങളായിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കാലത്തിനനുസരിച്ച് ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമായി വന്നേക്കാം. അപ്പൊ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെ ഈ മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഭരണഘടന ഭേദഗതി എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ 368 ആണ്. ഓർത്തിരിക്കുക, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ഓർക്കുക, ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. ഇതിനെ ഭരണഘടനാ ഭേദഗതി എന്നാണ് വിളിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആരാണ് ഈ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തുന്നത്? പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ സുപ്രീം കോടതിയാണോ? ഒരിക്കലും അല്ല. അതിൽ ഭേദഗതികൾ വരുത്തുന്നത് നമ്മൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രതിനിധി സഭയാണ്, അല്ലെങ്കിൽ പാർലമെന്റ് ആണ്. ആരാണ്? പാർലമെന്റ് ആണ് ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഭേദഗതികൾ വരുത്താമെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ അല്ലെങ്കിൽ ബേസിക് ഫാക്ടുകൾ എന്ന് പറയും, ബേസിക് പില്ലേഴ്സ് എന്ന് പറയും, അതിൽ നമുക്ക് ഒരിക്കലും മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടന പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണെന്ന് പറയും, അതേപോലെ തന്നെ പാർട്ട്ലി റിജിഡ് ആണെന്ന് പറയും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ഫ്ലെക്സിബിളും റിജിഡിറ്റി. ശ്രദ്ധിക്കുക, ഈ ഭരണഘടനയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനേ കഴിയില്ല. അപ്പം മാറ്റങ്ങൾ വരുത്താനേ കഴിയില്ല അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നടത്താൻ അത്രയേറെ പ്രയാസകരമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണം അമേരിക്കയാണ്. അതാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ
ഭരണഘടനയിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റങ്ങൾ വരുത്താമെങ്കിൽ അതാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഉദാഹരണം ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് എഴുതപ്പെടാത്തതാണ്. കാലാനുസൃതമായി നമ്മൾ അതിനകത്ത് മാറ്റങ്ങൾ എളുപ്പത്തിൽ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. കോടതി വിധികളിലൂടെ മാറ്റം വരുത്താനായിട്ട് പറ്റും. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്, പാർട്ട്ലി റിജിഡ് ആണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, അല്ലെ? പുതിയ സംസ്ഥാനങ്ങൾ നമുക്ക് രൂപീകരിക്കാം. ഉള്ള സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് അത് രണ്ടാക്കാം. ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് അത് നമ്മൾ വാർത്തകളിലൂടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബൗണ്ടറി വ്യത്യാസപ്പെടുത്താം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പേര് മാറ്റാം, അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. എന്നാൽ ഈ മൗലിക അവകാശങ്ങൾ പോലുള്ള ചില അടിസ്ഥാന തത്വങ്ങളുണ്ട് ഭരണഘടനയിൽ. ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വളരെ ദുഷ്കരമേറിയ, വളരെ പ്രയാസകരമേറിയ ഒരു ടാസ്ക് ആയിരിക്കും അത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അമെൻഡ് ചെയ്യാം. പക്ഷേ ചില വകുപ്പുകൾ അമെൻഡ് ചെയ്യണമെങ്കിൽ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്, പാർട്ട്ലി റിജിഡ് ആണ്. ഓക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും ഈ ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സ്വത്തവകാശം ആദ്യമേ ഒരു മൗലികാവകാശമായിരുന്നു. എന്നാൽ അത് 44-ാം ഭേദഗതിയിലൂടെ 1978-ലെ 44-ാം ഭേദഗതിയിലൂടെ അത് മൗലികാവകാശം അല്ലാതായി മാറി. ഈ 44-ാം ഭേദഗതി നടക്കുന്ന സമയത്ത് മൊറാർജി ദേശായി ആണ് പ്രധാനമന്ത്രിയായിരുന്നു. ഒരുപാട് ചോദിച്ചാണ് അത്. 44-ാം ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഓക്കെ. ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകണമെന്ന വ്യവസ്ഥ മൗലികാവകാശത്തിന്റെ ഭാഗമാക്കി മാറ്റിയതും ഒരു അമെന്റ്മെന്റിലൂടെയാണ്. ആ അമെന്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? ആരൊക്കെ ഓർക്കുന്നുണ്ട്? 86th അമെന്റ്മെന്റ് 2002-ലെ 86ാം ഭേദഗതിയിലൂടെയാണ് ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കി തീർത്തത്. ഇനി ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും സംഘടനകളും സ്ഥാപനങ്ങളും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുവാനും ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഡ്യൂട്ടീസിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് വളരെയധികം സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. ആദ്യത്തെ ക്ലാസ്സിൽ ആ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, അല്ലെ? പിന്നെ ഭേദഗതി തുടങ്ങിയ കാര്യങ്ങൾ, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തിരിക്കുക. ചോദ്യമായിട്ട് വന്നേക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.